Hi, I'm Dulquer Salmaan on Club FM Star Jam with Shan. Star Jam with RJ Shan. ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുകയാണ് ഇതിനകത്ത് ദുൽഖർ സൽമാൻ. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇതൊക്കെ ദുൽഖർ എപ്പോഴാണ് അവസാനമായി ചെയ്ത് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? ഓട്ടോയിൽ കയറിയിട്ടുണ്ടോ? ഓട്ടോയിൽ ഇൻഫാക്ട് ഞാൻ തീവ്രത്തിൽ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് വേണ്ടി ഒന്നും പറയരുത്. റിയൽ ലൈഫ് കയറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോസ്. ആക്ച്വലി എന്റെ വീട്ടിൽ ആരെങ്കിലും ഓട്ടോ വന്ന് എനിക്ക് അതിനകത്ത് കയറാനൊക്കെ ഭയങ്കര ആഗ്രഹം. ഞാൻ ടിപ്പിക്കലി ഓട്ടോ ഡ്രൈവേഴ്സായിട്ട് സംസാരിച്ച് ഞാൻ കുറച്ച് അവരോട് റൗണ്ടൊക്കെ അടിക്കാനൊക്കെ പോകാറൊക്കെ ഉണ്ട്. രണ്ട്, ബസ്സിലെ കമ്പിയിൽ തൂങ്ങിയിട്ടുണ്ടോ? ബസ്സിലെ കമ്പിയിൽ ആക്ച്വലി തൂങ്ങിയിട്ടില്ല. ഐ എം സോറി ടു സേ. തിരക്കുള്ള ബസ്സിൽ പോയിട്ടില്ല? ഇല്ല, ഞാൻ സ്കൂൾ ബസ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അത്രയും തിരക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, യാത്ര ചെയ്തൊക്കെയുള്ളതുണ്ട്. പിന്നെ വെള്ളം കോരിയിട്ടുണ്ടോ? വെള്ളം എന്ന് വെച്ചാൽ ഞാൻ എന്റെ വാപ്ചിര് വീട് ചെമ്പ് വൈക്കത്ത് കുളവും കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എനിക്ക് അങ്ങനെ വില്ലേജ് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ചെയ്തിട്ടുണ്ടാവും. ഐ തിങ്ക് പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടോ? ഇല്ല ഞാൻ അങ്ങനെ എനിക്ക് ഇപ്പോഴും ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര നാണമാണ്. ഒരു സഞ്ചി നിറയെ പച്ചക്കറി മേടിക്കാൻ പോയിട്ടില്ല? ഇല്ല. പടവലങ്ങി വഴുതിനെങ്കിലും കണ്ടാ തിരിച്ചറിയോ? പോസിബിളി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഇല്ല, മേ ബി നോട്ട്. ഐ ഡോണ്ട് നോ. എനിക്ക് ഇതിന്റെ പേരുകളൊന്നും അറിയില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ. എനിക്ക് ഡയറക്ഷൻസ് എനിക്ക് മലയാളത്തിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എനിക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ. എപ്പോഴും ഞാൻ എനിക്ക് വാപ്ചിനെ വിളിച്ചൊക്കെ ചോദിക്കും. സ്വന്തം അച്ഛന്റെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നുണ്ടോ? ഇല്ല. ഐ മീൻ എപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ തന്നെ എപ്പോഴും ടിക്കറ്റ്സ് ഓൾവേസ് അറേഞ്ച് ഫോർ us. അത് You never wanted to be a part of the crowd? ഞാൻ ഇൻഫാക്ട് ഞാൻ ഇത്രയും വർഷം ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നതൊക്കെ ബിക്കോസ് ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദി ക്രൗഡ്. പക്ഷെ ഞാൻ കേരളത്തിൽ എങ്ങനെ പോയാലും somebody will know that I'm my father's son. പക്ഷെ ഞാൻ പുറത്ത് കേരളത്തിന് പുറത്ത് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് മേടിക്കും കാര്യങ്ങളും. എനിക്കിപ്പോഴും ഞാൻ ചെന്നൈ പോലെ I always watched movies. ഉന്തി തള്ളി ടിക്കറ്റ് മേടിച്ചിട്ടുണ്ടോ? ഉന്തി തള്ളി ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല ഇത് ദുൽഖറാണത്? ഇല്ല, അറിയില്ല. പെർഫെക്റ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ മോൻ വന്നത് പോവാനല്ല. അയ്യോ, എനിക്കത് പറയാൻ ഭയങ്കര നാണം വരുന്നത്. എങ്ങനെയാണ്? ഈ മോൻ വന്നത് വെറുതെ പോവാൻ, മോൻ വന്നത് ചുമ്മാ പോവാനല്ല. ഒന്നുകൂടി. ഈ മോൻ വന്നത് ചുമ്മാ പോവാനല്ല. Is that true? I really want to make a mark. Yes. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പ്രൂവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. Well done, and I think you will do that. I am a great fan of Dulquer Salmaan, and that's why. Likewise, I'm equally a big fan of Shan. Oh, Shan. Shan and Dulquer Salmaan, as Shan says, on Club FM Star Jam. Done. Kanakin fun. AK-47 Part 2 on Club FM Star Jam. AK-47. Well, Dulquer Salmaan, ഇഷ്ടമുള്ള മാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, സൂപ്പർമാൻ? Iron Man. Oh, Batman. Because I think Batman and Iron Man seem real to me. കാരണം they are extremely intelligent, extremely wealthy. ചെറുപ്പം മുതൽ എനിക്ക് സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് ആയ സംഭവങ്ങൾ എനിക്ക് I never understood it. അപ്പൊ എനിക്ക് ബിലീവബിൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് are Batman and Iron Man. Iron Man and Batman. Yeah. Well, Dulquer Salmaan പറയാ, are you a good man or a bad man? I think I'm a good man. What makes you good? I think I have a lot of integrity. ഞാൻ എന്ത് ചെയ്താലും I try to do the right thing. So, you don't do a wrong thing. I try not to. I don't think I do. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യില്ല. എനിക്ക് ആരെയും ദ്രോഹിക്കാൻ എനിക്ക് അത്യാവശ്യം കർമ്മയിലെ കുറിച്ച് വിശ്വാസമുണ്ട്. I don't want it to come back and hurt me in some way. ഓ, അത് ശരി. അപ്പൊ ദുൽഖർ സൽമാന് ചെറിയ ആസ്ട്രോ മനസ്സിലുണ്ട്. ആസ്ട്രോ എന്ന് പറയില്ല, ബട്ട് എന്താ പറയാ, നമ്മൾ എങ്ങനെ ഇപ്പൊ ഞാൻ ഇത്ര പഠിച്ചു, ഞാൻ ഇങ്ങനെ ജീവിച്ചു, ഞാൻ അതിലൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. യു കൻ എപ്പോഴും എന്തെങ്കിലും മോശം സംഭവിക്കാം, എപ്പോഴും എന്തെങ്കിലും ലോസ് വരാം, അല്ലെങ്കിൽ ഫെയിലിയർ വരാം, അത് നഷ്ടം വരാം, അല്ലെങ്കിൽ മരണം വരാം, എന്തും വരാം. അതൊന്നും നമുക്ക് predict ചെയ്യാൻ പറ്റില്ല. Life is just so unpredictable. So I think I just try to do the right thing always, so that maybe somewhere universal energy is gonna come back. Perfect. Super. ഇന്ന് നല്ല ചെയ്ത നാളെ നല്ല വരും, അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. Well, what makes you bad then? Growing up bad is always like, I was very lost. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനത്തെ ഒരു confused ആയിരുന്നു. I liked film, but I didn't have the courage to go into film. ഓ, അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ബിസിനസ് ഒക്കെ ആണ് പഠിച്ചത് because I didn't think I would do anything good in film. I didn't think I could act. അങ്ങനെ ഞാൻ കുറെ മാറി നിന്നിട്ടേക്കുന്നു. എനിക്ക് അതുകൊണ്ട് അതൊക്കെയാണ് I think my failings as growing up. അമേരിക്കൻ ബോൺ കൺഫ്യൂസ് ദേശി. ദുൽഖർ എപ്പോഴാണ് ഒരു കൺഫ്യൂസ് ദേശി ആയിരുന്നത്? Maybe after college ഒരു എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ what I want to do in life, where every day of work does not feel like work. ആ ജോലി കണ്ടുപിടിക്കാനുള്ള ഭയങ്കര ഒരു ക്വസ്റ്റൻ. പക്ഷെ every day you're here, day in and day out, but it doesn't feel like work. You're excited, you're charged, you want to do this is your calling in life. You know that. It is your identity. Everybody knows you as Shan, and ഒരിക്കലും അതൊരു ജോലിയായി തോന്നിയിട്ടില്ല. ദുൽഖർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ദുൽഖർ എപ്പോഴും കൺഫ്യസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്റെ പേരൻസ് അടുത്താണെങ്കിലും ഇപ്പൊ മൈ വൈഫ്, I always openly, I'm very transparent. ഞാൻ ആരുടെ അടുത്താണ് ഈവൻ നൗ, എനിക്ക് ഇത് ഞാനിപ്പോ ഇത്രയും ഈ ഇന്റർവ്യൂവിൽ ഓപ്പൺ അപ്പ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, ബട്ട് I don't know how to be any other way. He is the right man. That's why he is called Dulquer Salmaan. Done കണക്കിന്. Fun.
ദുൽഖർ സൽമാൻ, ഐ നോ യു ആർ എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് യുവർ ഫാദർ, ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ദുൽഖർ സൽമാൻ എത്രത്തോളം മമ്മൂട്ടിയെ കുറിച്ച് അറിയാമെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലയാളം റേഡിയോ ചരിത്രം, ഞാൻ ദുൽഖർ സൽമാനോട് മമ്മൂട്ടി ക്വസ്റ്റ് ചോദിക്കാൻ പോവാണ്. Okay, I'm ready. Star Jam with RJ Sean. വാട്ട്സ് യുവർ റിയാക്ഷൻ, ഫീലിംഗ്? I don't know, I'm tense now. അച്ഛനെ കുറിച്ച് നല്ലോണം അറിയാം. ലെറ്റ്സ് സീ. മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമ. അനുഭവങ്ങൾ പാലിച്ചവൾ. പെർഫെക്റ്റ്. Thank you. അച്ഛന്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് മൂവി ഏതാ, ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. I was too young, I think. I wasn't born maybe. ദുൽഖർ സൽമാൻ അറിഞ്ഞിട്ടുള്ള അച്ഛന്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് മൂവി? I think a major life-changing movie was New Delhi. ആൻഡ് അച്ഛൻ സൂപ്പർ സ്റ്റാർ ആയ ഫിലിം? Again, I think New Delhi ആ ഒരു പീരീഡ് ആയിരിക്കും. അച്ഛൻ ആദ്യം നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം? വടക്കം വീരഗാഥ. And I think മതിലുകൾ was also with it. You are right. അച്ഛന് എത്ര നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്? വീട്ടിൽ എത്ര നാഷണൽ അവാർഡ് ട്രോഫി ഉണ്ട്? 3. എത്ര സ്റ്റേറ്റ് അവാർഡ് ട്രോഫി ഉണ്ട്? 7 I think. എനിക്കറിയില്ല. I think 7, I'm not sure. എത്ര വീട്ടിൽ ഫുൾ ട്രോഫിയാണോ? ട്രോഫീസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇരുന്ന് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. I think film fairs തന്നെ ഈ പറഞ്ഞ പോലെ 8 or 9 ഒക്കെ ഉണ്ടാവും. The best movie തിയേറ്ററിൽ പോയി കണ്ടത് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? Like I was a big fan of സാമ്രാജ്യം. Yeah. സാമ്രാജ്യം സൺ ഓഫ് അലക്സാണ്ടറിൽ എന്തുകൊണ്ട് സാമ്രാജ്യം 2 ദുൽഖർ സൽമാൻ യു സപ്പോസ് like I said, എനിക്ക് പേഴ്സണലി I'm not a big fan of remakes or part 2s. എനിക്ക് അത്ര ഇഷ്ടമായ പടം കൊണ്ട് എനിക്ക് എൻ്റെ ഒരു ട്രിബ്യൂട്ട് വാസ് ടു കൈൻഡ് ഓഫ് റീറ്റെയിൻ ഇറ്റ് ലൈക്ക് ദാറ്റ്. എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒന്നും ആഡ് ചെയ്യാൻ തോന്നില്ല. ഐ തിങ്ക് ദാറ്റ് ഫിലിം ഇസ് ക്വൈറ്റ് പെർഫെക്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ. മമ്മൂട്ടി ഒരിക്കൽ പിന്നെ ഗോപി സുന്ദറിനെ കണ്ടപ്പോൾ ദുൽഖറിന്റെ പാട്ടിനെ കുറിച്ചൊരു കമന്റ് പറഞ്ഞു. ആ കമന്റ് ഞാൻ പ്ലേ ചെയ്യാം. അവൻ പാടിയെന്ന് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. വീട്ടിലെല്ലാവർക്കും അതിശയായിരുന്നു. അവിടെ വീട്ടിലെല്ലാവരും പ്രാർത്ഥനയായിരുന്നു ഇവൻ പാടാൻ പോയ സമയത്ത്. എന്താവോ എന്തോ എന്തൊക്കെ ചെയ്യുമോ ഇനി എന്തെങ്കിലുമൊക്കെ അവൻ എങ്ങനെ പാടുക ഒരു പിടിയില്ലെന്നുണ്ട്. അവൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു പാടി തീർന്ന് തിരിച്ച് വരുന്നവരേക്കും. ഞാൻ പറഞ്ഞു നമുക്ക് നന്നായിട്ട് പാടിയിട്ടുണ്ട് ദുൽഖർ, പാട്ട് എന്തായാലും ഷോ ഹിറ്റായിരിക്കും. അപ്പം നമുക്ക് പറഞ്ഞു പാട്ട് നല്ല രസമുണ്ട് മോനെ. അവനിങ്ങനെ പാടുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. വലിയ സന്തോഷമായി. അവിടെ നമുക്കിനെ കാണാൻ കഴിയുന്നത് ഒരു അച്ഛനെയാണ്. ഇതാണ് ഗോപി സുന്ദർ പറഞ്ഞത്. എന്താണ് അച്ഛൻ്റെ അടുത്ത് പറയാനല്ലേ? സർപ്രൈസ്, ഐ കൻ സിംഗ്. ദുൽഖറിന് പാടാൻ അറിയുന്ന അച്ഛൻ അറിയില്ല എന്നാ പറയട്ടെ. സത്യമാണ്, അറിയില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ മുമ്പിൽ പാട്ട് പാടി, ഞാൻ വീട്ടിൽ അങ്ങനെ ആരും മുമ്പിൽ പാട്ട് പാടിയിട്ടില്ല. സോ ഐ തിങ്ക് എന്റെ വീട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും അത്യാവശ്യം ഷോക്ക്. അത്രയും എങ്കിലും പാടാന്നുള്ളത് ഐ തിങ്ക് ഇസ് എ ബിഗ് ഷോക്ക്. You will sing more and more songs if I get the opportunity, yes. You like singing? I like the process. Well, last question. എന്റെ അച്ഛൻ കിങ് ആണെങ്കിൽ ഞാൻ ഡാഷ് ആണ്. Son of the king. You won't say you're a prince? I don't think so. Why? I don't know. Again, my desirability meter. Very intelligent പിന്നെ guest ആണ് എന്റെ കൂടെ ഉള്ളത്. His name is Dulquer Salmaan. Hi, this is Dulquer Salmaan on Club FM. Ton കണക്കിന് fun. So ദുൽഖറിനെ ദുൽഖർ ആക്കിയിട്ടുള്ള ഒരു ട്രാക്ക് ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. എന്താണ് ഹിന്ദിയിൽ പറയൂ? ഇസ് ദുനിയ में अगर जन्नत है तो बस यही है यही है यही है. इस दुनिया में अगर जन्नत है तो बस यही है यही है यही है. എവിടെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ജന്നത്ത്? According to me, I think at home. എനിക്ക് എന്റെ വീട്ടിൽ വരലാണ് ഏറ്റവും ഹാപ്പി, ഏറ്റവും സന്തോഷം. My house with my family when everybody is there. എന്റെ സിസ്റ്ററും എന്റെ അളിയനും എന്റെ നെവ്യൂസും എല്ലാവരും വീട്ടിലുള്ളപ്പോൾ എനിക്ക് അതിലും സേഫർ ആയിട്ടുള്ള ഒരു സ്ഥലം വരില്ല. That's pretty much heaven. And what's your ജന്നത്ത് like? എന്താണ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ? Jannat for me is where my closest friends and family are all happy and healthy. ഉസ്താദ് ഹോട്ടലിൽ ഒരു ആർക്കിടെക്ട് ആയിട്ടുള്ള ഒരു ഉമ്മച്ചി പെണ്ണിനെ കാണാൻ പോവാണ്. അതെ. റിയൽ ലൈഫിൽ യുവർ വൈഫ് ഇസ് ഓൾസോ ആൻ ആർക്കിടെക്ട്. യെസ്. എങ്ങനെയാ പെണ്ണ് കാണാൻ പോയെ? ഞങ്ങള് ആക്ച്വലി ആസ് എ ഫാമിലി ആയിട്ട് തന്നെ പോയത്. ഷി വാസ് ദേർ. മമ്മൂട്ടി വന്നു? അല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്റെ നെവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവന്മാരെ കുറെ ഹെൽപ്പ് ചെയ്തു ഈ പറഞ്ഞ പോലെ ടു ബ്രേക്ക് ദി ഐസ്. പെണ്ണിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു? കുട്ടികളുള്ളതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഈസി ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ അവന്മാരുള്ളതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഈസി ടു ടോക്ക് ടു ഈച്ച് അതർ. എന്നിട്ട് പെണ്ണ് കാണാൻ പോയപ്പോ ദുൽഖർ ആദ്യം ചോദിച്ച ചോദ്യം എന്താ? ഒന്നുമില്ല, ഐ തിങ്ക് അവെയർ ഇപ്പൊ ചെന്നൈയിൽ മോസ്റ്റ് മുസ്ലിം ഫാമിലീസ് നോ ഈച്ച് അതർ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സ്ട്രേഞ്ചർ ഒന്നും ആയിരുന്നില്ല. ഐ തിങ്ക് വി ബോത്ത് വാണ്ട് ടു നോ ഇഫ് വി റെഡി ടു ഗെറ്റ് മാരിഡ്. അതാണ്. ദുൽഖർ സൽമാന് പ്രണയത്തിന്റെ കഥ പറഞ്ഞിരുന്നു ഉപ്പുപ്പയാണ്. അതെ. റിയൽ ലൈഫിൽ ആരാ പറഞ്ഞിരുന്നേ പ്രണയത്തിന്റെ കഥ പറയാൻ? മമ്മൂട്ടി എപ്പോഴെങ്കിലും പഴയ പ്രണയത്തിന്റെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? കോളേജ് ലവ് ലെറ്റേഴ്സ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ക്രഷസിനെ കുറിച്ച് അറിയോ? അച്ഛന്റെ ക്രഷ് എനിക്ക് അങ്ങനെ പേരോ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛനും അച്ഛന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഞങ്ങളോട് പറയണ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അവര് ലവ് ലെറ്റേഴ്സ് കൊടുത്തത്
കൊടുത്തതും. അച്ഛൻ ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? അവർ കൊടുത്തിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ബോയ്സ്, ഐ മീൻ ഐ ഡോണ്ട് തിങ്ക് എനി ബോയ്സ് ഐ ഹാവ് നോട്ട്. But still, that's But it's nice to hear. It's cute because എനിക്ക് കാരണം ഞാൻ എന്റെ ഓർമ്മ മുതൽ മൈ ഫാദർ ഇസ് ആൻ അഡൾട്ട്. അപ്പൊ എനിക്ക് അച്ഛന്റെ ചെറുപ്പകാലം അല്ലെങ്കിൽ യൂത്തിന്റെ ആ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സുലൈമാനിലെ മൊഹബത്ത് ഉണ്ടോ അക്കോർഡിംഗ് ടു യു? ആക്ച്വലി എനിക്ക് അതിൽ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ബിക്കോസ് ഞാൻ ഭയങ്കര ഒരു സുലൈമാനി ഫാനാണ്. സുലൈമാനിക്ക് അത് മൊഹബത്ത് ഉണ്ടോ? സുലൈമാനി ആ പെർട്ടിക്കുലർ ക്ലാസ്സും ഇപ്പോഴത്തെ സീസൺ ഈ ഒരു മഴയത്തൊക്കെ ഐ തിങ്ക് ഐ വുഡ് ലവ് ടു ജസ്റ്റ് ഷെയർ ഇറ്റ് വിത്ത് മൈ വൈഫ്. ആരാണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് എ നൈസ് വണ്ടർഫുൾ ലിറ്റിൽ തിങ്. ഐ തിങ്ക് ആ ഒരു ഇത്രയും ചെറിയൊരു സംഭവത്തിൽ ഇത്രയും രുചിയും ഇത്രയും റിഫ്രഷ്മെന്റും ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് മാജിക്കൽ. I think Dulquer needs a Sulaimani, so Dulquer Salman needs a Sulaimani. Yeah, Dulquer Salman needs a Sulaimani with Shan on Star Jam. This is Kanakin of Fun.